അല്ല, മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞു അന്ന് തന്നെ ഈ കാര്യത്തിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ ശുഭിതനാകരുത്, അങ്ങ് ഇതുപോലെ ശുഭിതനാകരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന അദ്ദേഹത്തോട്. അത് അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ഭയങ്കരമായി ശുഭിതനായി. ചോദ്യങ്ങൾ ചോദിക്കില്ല. ഇപ്പം നിങ്ങൾ എന്നോട് എന്തൊക്കെ ചോദിച്ചു, എനിക്കിഷ്ടമുള്ള ചോദ്യം അല്ലല്ലോ നിങ്ങൾ ചോദിക്കണത്. നിങ്ങൾ രാവിലെ വന്നിട്ട് എന്നെ എങ്ങനെയും പെടുത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യമല്ലേ നിങ്ങൾ ചോദിക്കണത്. അത് മനസ്സിലാക്കി ഞാൻ അതിനോട് എല്ലാ ദിവസവും രാവിലെ ഞാൻ ശുഭിതനായല്ലോ. അപ്പം എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് പൊതുയോഗത്തിലാണെങ്കിലും പത്രസമ്മേളനത്തിലാണെങ്കിലും അങ്ങ് ഇങ്ങനെ ശുഭിതനാകരുത് എന്നാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എബ്രഹാമിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസ്, അതിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ, വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചതെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ തന്നെ തെളിവുണ്ട് എന്നുള്ള കാര്യവും ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അത് ഗുരുതരമായ കണ്ടെത്തലല്ലേ? സർക്കാർ ഹൈക്കോടതി വിധി മുഖ്യമന്ത്രിക്ക് കൂടി ഏറ്റ ആഘാതമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല ഈ പെടുന്നത്. ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഇപ്പൊ ജയിലിലാണോ, ജയിലിൽ നിന്ന് ഇറങ്ങിയ, ജയിലിലായിരുന്നു കുറെ നാൾ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ആദ്യ ഭരണത്തിന്റെ. രണ്ടാമത്തെ ഭരണത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ടാണ് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത്. വലിയ തെളിവുകളുണ്ട് അദ്ദേഹത്തിനെതിരായി പ്രാഥമികമായി അനധികൃതമായി സമ്പാദിച്ചതിനെ പറ്റി. ആദ്യം അന്വേഷിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥൻ, വിജിലൻസ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറിച്ച് അന്വേഷിച്ച അത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി അല്ലേ ഹൈക്കോടതി വിധിയിലെ കൺക്ലൂഷൻ. മാത്രമല്ല പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് പ്രാഥമികമായി തെളിവുണ്ടെന്ന് CBI അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. വലിയ അടിയാണ്. മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതൊക്കെ ചോദിച്ചാലാണ് ശുഭിതനാകുന്നത്. ഇതൊക്കെ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ശുഭിതനാകുന്നത്. ചോദിച്ചു തുടങ്ങുമ്പോൾ തന്നെ ശുഭിതനായ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട കാര്യമാണ്. ഇപ്പം എക്സാലോജിക്കിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം. പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാമിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം. വഖഫിന്റെ കാര്യത്തിൽ മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചതിന്റെ കാര്യം മുഖ്യമന്ത്രി മറുപടി പറയണം. മുഖ്യമന്ത്രി ഇതൊന്നും മറുപടി പറയുന്നില്ല. മുഖ്യമന്ത്രി മാത്രമല്ല, വർഗീയതയ്ക്ക് കുടചൂടി കൊടുക്കുകയാണ്. സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് പേടിച്ചിട്ടാണെന്നറിയില്ല എനിക്ക് കേസ്. സംഘപരിവാറിന് കേരളത്തിലൊരു അജണ്ടയുണ്ട്, ഭിന്നിപ്പിക്കുക. ആ അജണ്ടയ്ക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി കുടചൂടി കൊടുക്കുകയാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലൊക്കെ കണ്ട കാര്യം, കുടചൂടി കൊടുക്കുകയാണ്. സംഘപരിവാറിനെ ഭയന്ന് സംഘപരിവാർ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന, ജാതിയിലും മതത്തിലും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന വിഭജനത്തിന് മുഖ്യമന്ത്രി കുട പിടിച്ചു കൊടുക്കുകയാണ്. അതിൽ നിന്ന് അദ്ദേഹം പിന്മാറണം. കേരളത്തിന് വേണ്ടി അതിൽ നിന്ന് പിന്മാറണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. സംസ്ഥാന ഗവർണർ സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തിയിട്ടുള്ളത് അത് ശരിയല്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്. സുപ്രീം കോടതി വിധിയെക്കുറിച്ച് ഗവർണർ നടത്തിയ പരാമർശം ഖേദകരമാണ്. അങ്ങനെ ഒരു ഗവർണർ അങ്ങനെ പറയാൻ പാടില്ല. സുപ്രീം കോടതി ഫുൾ ബെഞ്ചിന്റെ വിധി വന്നാലും ഡിവിഷൻ ബെഞ്ചിന്റെ വിധി, രണ്ടംഗങ്ങളുടെ വിധി വന്നാലും അത് ബൈൻഡിംഗ് ആണ്, ഭരണഘടനാപരമായി ബൈൻഡിംഗ് ആണ്. ആ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് കേരള ഗവർണറുടെ പരാമർശം. സുപ്രീം കോടതി വിധി വന്നാൽ അത് 2 അംഗങ്ങൾ നടത്തിയ വിധിയല്ലേ, അത് ഫുൾ ബെഞ്ചിൽ പോകേണ്ട വിധിയല്ലേ. അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറയുന്നത് ഏത് നീതിയുടെ അടിസ്ഥാനത്തിലാണ്, ഏത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ഭരണഘടനാ പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ്? സുപ്രീം കോടതി വിധി ബൈൻഡിംഗ് ആണ്. നമുക്കെതിരെ വന്നാലും ബൈൻഡിംഗ് ആണ്. വേണമെങ്കിൽ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാം. പക്ഷേ ഗവർണർ അങ്ങനെ ഒരു പരാമർശം, ഒരു ഭരണഘടനാ സ്ഥാപനം തന്നെയാണ് കോടതി. ഗവർണർ ഒരു ഭരണഘടനാ സ്ഥാപനം മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരായി ഇങ്ങനെ ഒരു അനുചിതമായി അദ്ദേഹത്തിന്റെ ആ കമന്റ് അനുചിതമായി പോയെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.